ഹലോ, വെൽക്കം ടു ഹോംലി ഹോം. ഇപ്പം നമുക്ക് ഓറഞ്ചിൻ്റെ സീസൺ അല്ലേ. അപ്പം നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓറഞ്ച് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓറഞ്ച് കേക്കാണ്. നമുക്കപ്പോൾ പെട്ടെന്ന് കണ്ടു നോക്കാം എങ്ങനെയാണിത് റെഡിയാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ നല്ല ഓറഞ്ച് കളറിലുള്ള ഓറഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരെണ്ണമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് ഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ വൈറ്റ് പോർഷൻ നമ്മൾ എടുക്കാൻ പാടില്ല. അത് എടുത്താൽ കഴിക്കും. അപ്പം നമ്മൾ ഓറഞ്ച് പാർട്ട് മാത്രം ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേൽവശം ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ഇപ്പം നമ്മളിവിടെ ഓറഞ്ച് സെസ്റ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ഒരു 2 മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത് നമുക്കൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നിടം വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഒരു 1/2 കപ്പ് ഷുഗർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കണ്ട, കുറച്ചായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഷുഗറും അതുപോലെ തന്നെ മുട്ടയും എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറോ അല്ലെങ്കിൽ ഓയിലാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ബട്ടർ യൂസ് ചെയ്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്കിന്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുമ്പേ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഓറഞ്ചിൻ്റെ ജ്യൂസാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കുരുവും ഇതെല്ലാം കളഞ്ഞിട്ടെടുത്ത ജ്യൂസാണ്. 1/4 കപ്പ് ജ്യൂസ് ഉണ്ട്. ഇതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു അരിപ്പ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് മൈദ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇനിയും ഒരു സ്പാച്ചുല യൂസ് ചെയ്തിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കാണിക്കുന്നത് പോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്ക് ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനിയും ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ച് സെസ്റ്റ് അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ഓറഞ്ച് സെസ്റ്റും ഈ ബാറ്ററും കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ഓറഞ്ച് സെസ്റ്റ് ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ കേക്കിനൊരു നല്ലൊരു ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുന്നേ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ വൈറ്റ് പോർഷൻ ഗ്രേറ്റ് ചെയ്യാൻ നേരത്ത് ഓറഞ്ചിൻ്റെ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഉള്ള ഒരു ഓറഞ്ച് ഫുഡ് കളർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഇത് നമ്മുടെ കേക്കിന് കുറച്ചുകൂടി ഒരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഓൾറെഡി ഞാനിവിടെ ഒരു കേക്ക് ടിൻ ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കേക്ക് ടിൻ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി ഒരു 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കേക്ക് ടിന്നും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇത് കവർ ചെയ്തതിന് ശേഷം ഒരു 30 to 40 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പം ഒരു 35 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇനി ഇതിലേക്ക് ഒരു ടൂത്ത് പിക്കോ സ്ക്യൂവറോ ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ടെന്നാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ആറാനായിട്ട് വയ്ക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ നല്ലപോലെ റൂം ടെമ്പറേച്ചറിലിരുന്ന് ആറി വന്നിട്ടുണ്ട്.
നമുക്കിനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇനി ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. അപ്പം നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഓറഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഒരു ഓറഞ്ച് ഫ്ലേവർ ഉള്ള ഒരു കേക്കാണിത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.